ഈറ്റ്സിൻ്റെ ദ റിസറക്ഷൻ ആണ് നമ്മുടെ ടോപ്പിക്. പോയറ്റിക് ഡ്രാമയാണ് എ വൺ ആക്ട് പ്ലേ, ഒരു സിംബോളിക് ഫിലോസഫിക്കൽ പ്ലേ ഇൻ വിച്ച് ത്രീ മെൻ, എ ഹീബ്രു, എ ഗ്രീക്ക് ആൻഡ് എ സിറിയൻ, ഡിബേറ്റ് ദ മീനിങ് ഓഫ് ക്രൈസ്റ്റ് റിസറക്ഷൻ amidst a world falling into chaos. ഒരു ഡിബേറ്റ് ഫോമാണ്. സെറ്റ് ഇൻ എ ടൈം ഓഫ് സ്പിരിച്വൽ ട്രാൻസിഷൻ ഈ പ്ലേ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ദ കൊളാപ്സ് ഓഫ് ഓൾഡ് പാഗൻ ഓർഡർ ആൻഡ് റൈസ് ഓഫ് ക്രിസ്ത്യാനിറ്റി. ഗ്രീക്ക് മോൺ ചെയ്യാണ് ദ ലോസ് ഓഫ് ക്ലാസിക്കൽ ബ്യൂട്ടി ആൻഡ് റാഷണാലിറ്റി. പക്ഷേ പ്രൊഫറ്റിക് ട്രഡീഷൻസിനെ സ്പിരിച്വൽ ഡെപ്തിനെ ഹോൾഡ് ഓൺ ചെയ്യുകയാണ് ഹീബ്രു. സിറിയൻ ആണെങ്കിൽ മോർ ഗ്രൗണ്ടഡ് ആണ്, ബട്ട് ബിക്കംസ് എ ഫസ്റ്റ് ടു ബിലീവ് ഇൻ ദ മിറാക്കിൾ. മൂന്ന് പേരുടെയും ക്യാരക്ടറിൽ ഒരു ഡിഫറൻസ് ആണ് ഈ കാണിക്കുന്നത്. സഡൻലി ഒരു ഓഫ് സ്റ്റേജ് ഈവൻറ്റ് ഉണ്ടാവുകയാണ്. എ ക്രൗഡ് ഓഫ് ഫ്രൻസിഡ് ഫോളോവേഴ്സ് ആൻഡ് എ റിസറക്റ്റഡ് ഫിഗർ ഇംപ്ലൈ ടു ബി എ ക്രൈസ്റ്റ് വരികയാണ്. അങ്ങനെ സീൻ ബ്ലർ ചെയ്യപ്പെടുകയാണ് മിത്ത്, ഫെയ്ത്ത് ആൻഡ് മാഡ്നസ് കാരണം. ഈ ഗ്രീക്കും ഹെബ്രിയും സ്ട്രഗിൾ ടു അണ്ടർസ്റ്റാൻഡ് ഓർ ആക്സെപ്റ്റ് വാട്ട് ഈസ് ഹാപ്പനിങ്. പക്ഷേ സിറിയൻ ഈസ് ഓവർടേക്കൺ വിത്ത് വണ്ടർ ആൻഡ് ഓ. തീംസിലേക്ക് പോവാം. കൊളാപ്സ് ഓഫ് ക്ലാസിക്കൽ ഓർഡർ. പാഗനിസം ആൻഡ് റാഷണലിസം ഒരു പവർലെസ് ആയിട്ടാണ് കാണിക്കുന്നത് ഇൻ ദ ഫേസ് ഓഫ് മിസ്റ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ. വയലൻ്റ് റീബർത്ത്. റിസറക്ഷൻ ഒരു സെറീൻ ആയിട്ടുള്ള കാര്യമല്ല. ഇറ്റ് ഡിസ്റപ്റ്റ്സ് ആൻഡ് ഷാട്ടേഴ്സ് എക്സിസ്റ്റിംഗ് സിസ്റ്റംസ്. ഫെയ്ത്ത് വേഴ്സസ് റീസൺ. ദ പ്ലേ ക്രിറ്റിസൈസസ് ഇൻ്റലക്ച്വലിസം ആൻഡ് സെലിബ്രേറ്റ്സ് ഇൻസ്റ്റിങ്ക്റ്റ് ആൻഡ് സ്പിരിച്വൽ ഇൻറ്റ്യൂഷൻ. ഹിസ്റ്റോറിക്കൽ സൈക്കിൾസ്. ഈറ്റ്സിൻ്റെ ബിലീഫ് ഇൻ സൈക്ലിക്കൽ ഹിസ്റ്ററി ആണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഡിസ്ട്രക്ഷൻ ലീഡ്സ് ടു റീബർത്ത്. ക്യാരക്ടർ സ്കെച്ചിലേക്ക് പോകാം. ദ ഹീബ്രു പ്രൊഫസി കാണിക്കുന്നുണ്ട്. സ്പിരിച്വൽ ട്രഡീഷൻ താല്പര്യപ്പെടുന്ന ആളാണ് ആൻഡ് റിലീജിയസ് മിസ്റ്റിസിസത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. റിഫ്ലക്റ്റീവ് ആണ്, റിവറൻ്റ് ആണ്, ഡീപ്ലി റൂട്ടഡ് ഇൻ ഓൾ സ്പിരിച്വൽ ട്രൂത്ത്സ്. ക്ലിങ്സ് ടു പ്രൊഫറ്റിക് ഫെയ്ത്ത് ബട്ട് ഈസ് ഡിസ്റ്റർബ്ഡ് ബൈ ദ ഇറാഷണൽ നേച്ചർ ഓഫ് റിസറക്ഷൻ. എന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്? ദ ടെൻഷൻ ബിറ്റ്വീൻ ആൻഷ്യൻ റിലീജിയസ് ഇൻസൈറ്റ് ആൻഡ് ദ ഡിസ്റപ്റ്റീവ് ന്യൂ എനർജി. ഈ റിസറക്ഷനെ കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഡിഫൈസ് എ ലോജിക് ഓഫ് ഹിസ് ഫെയ്ത്ത്. അയാളുടെ ഫെയ്ത്തിന് എതിരായിട്ടുള്ള കൺസെപ്റ്റാണ്. ഗ്രീക്കിനെ കുറിച്ച് പറയാം. ക്ലാസിക്കൽ റീസണിങ്, എസ്തെറ്റിക്സ്, ഫിലോസഫി ആൻഡ് ഓർഡർ ഇതിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. റാഷണലാണ്, ഇൻ്റലക്ച്വലാണ്, നൊസ്റ്റാൾജിക് ഫോർ എ ലോസ്റ്റ് ഗോൾഡൻ ഏജ്. കൊളാപ്സ് ഓഫ് ദ ക്ലാസിക്കൽ വേർഡിനെ ഡീപ്ലി മോൺ ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് ആഫ്റ്റർ ക്രൈസ്റ്റ് റിസറക്ഷൻ. Sees the event as the death of beauty, logic and harmony. New age rooted in chaos and mysticism കംപ്ലീറ്റ്ലി കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഗ്രീക്കിന്. His rationalism becomes paralyzed in the face of spiritual mystery. The Syrian, earthly instinct, emotional openness and intuitive belief ഇതിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പാഷനേറ്റ് ആണ്, എക്സൈറ്റബിൾ ആണ്, ഡീപ്ലി അഫക്റ്റഡ് ബൈ എക്സ്പീരിയൻസ്. Begins as a least intellectual but ends as a most spiritually awakened. റിസറക്ഷൻ ഇവൻറ്റിനോട് റിയാക്ട് ചെയ്യുന്ന ഓവ് ആൻഡ് അക്സെപ്റ്റൻസിലൂടെയാണ്. ഹിസ് ഇമോഷണൽ ആൻഡ് ഇൻറ്റ്യൂട്ടീവ് നേച്ചർ അലൗസ് ഹിം ടു എംബ്രേസ് വാട്ട് അതേഴ്സ് റിജക്റ്റ്. ഒരു ന്യൂ മാനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ഓപ്പൺ ടു മിസ്റ്ററി, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് സ്പിരിച്വൽ എക്സസി. ഇനി സിംബോളിസം നോക്കാം. ഓവറോൾ ദ ത്രീ മെൻ റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് കൾച്ചറൽ റെസ്പോൺസസ് ടു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ, that is rationality, prophecy and instinct. ഈ മൂന്ന് പേരുടെ റെസ്പോൺസസ് ഹൈലൈറ്റ്സ് ഈച്ച് ഐഡിയ ദാറ്റ് rational and the traditional cannot comprehend or contain the chaos of rebirth. Only intuitive faith can.